പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് റെസ്പിറേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആയിരുന്നു. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കോംപ്ലക്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്നാണ്. Here we can say that ATP is synthesized as electron carriers or reoxidized in the presence of oxygen. There are two important stages. One is called electron transport chain and another one is called chemiosmosis. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഉള്ളത്. അത് ഓൾറെഡി നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനെ വളരെ ബ്രീഫായിട്ട് ഒന്ന് പറയാം. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നമുക്കറിയാം സൈറ്റോപ്ലാസം, outer mitochondrial membrane, inner mitochondrial membrane, intermembrane space. ഈ സ്പേസിലാണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടന്നിട്ട് ATP സിന്തസൈസ് ചെയ്യണം. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നതിന്റെ പ്രത്യേകതയും അതിൽ ഓരോ കോംപ്ലക്സും നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൽ ഓരോ കോംപ്ലക്സിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. എന്നിട്ട് ഈ ഫംഗ്ഷൻ എല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് നിറവേറ്റുന്നതാണ് ലാസ്റ്റ് കോംപ്ലക്സ്, ദാറ്റ് ഈസ് ATP സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സ്. അപ്പൊ ATP സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സ് വളരെ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം, അതിൽ ഒന്നിന് ഈ പറയുന്ന പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സോട് കൂടിയാണ് ATP സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റേജ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട തിയറി ഉണ്ട്. ദാറ്റ് തിയറി ഈസ് കോൾഡ് കെമി ഓസ്മോസിസ് തിയറി. ദാറ്റ് വി വിൽ ഡിസ്കസ്. എന്താണ് കെമി ഓസ്മോട്ടിക് തിയറി? സി ദിസ് തിയറി is explained by Peter Mitchell. അങ്ങനെ ചോദിക്കാറുണ്ട്. Peter Mitchell theory proposed the chemiosmotic theory. The electron transport chain energy is used to move H plus or protons across the crystal membrane, and that ATP is generated as the hydrogen ion diffuses back into the matrix through proton motive force. ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന പലതരത്തിലുള്ള NADHും FADHും ഒക്കെ റിലീസ് ചെയ്യുന്ന പ്രോട്ടോണുകൾ അക്യൂമുലേറ്റ് ചെയ്യും. ഈ അക്യൂമുലേറ്റ് ചെയ്യുന്ന പ്രോട്ടോണുകൾ ഒരു ഫോഴ്സ് ഉണ്ടാകും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ്. ഈ പറയുന്ന പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഡിഫ്യൂസ് ചെയ്തിട്ട് മാട്രിക്സിലോട്ട് വരികയും that will influence the synthesis of ATP. See, അത് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം ഈ പറയുന്ന ഈ H+ ആണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഫംഗ്ഷൻ നിർവഹിക്കുന്നത്. വൺസ് ATP ഈസ് ഫോംഡ് ഇറ്റ് മൂവ് ഔട്ട് ദ മാട്രിക്സ് ടു ബി ഓഫ് യൂസ് ഇൻസൈഡ് ദ സെൽ. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ATP ഫോം ചെയ്യുമ്പോൾ H+കളെല്ലാം ഇന്നർ സ്പേസിൽ ആഡ് ചെയ്യപ്പെടും. ഈ ആഡ് ചെയ്യപ്പെടുന്നത് ഏതൊക്കെ രീതിയിലാണ് നോക്കൂ നിങ്ങൾ. NADH ഡീഹൈഡ്രജനേസ് H+, സൈറ്റോക്രോം ബി, ഇവിടൊക്കെ ഈ പറയുന്ന H+കൾ റിലീസ് ചെയ്യപ്പെടുകയാണ്. ഓരോ കോംപ്ലക്സുകളും H+കൾ റിലീസ് ചെയ്തിട്ട് ഈ H+ന്റെ അക്യൂമുലേഷൻ ആണ് ഈ പറയുന്ന ATP സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സ് വർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ പറയുന്ന കോംപ്ലക്സ് വർക്ക്ഔട്ട് ആവുന്നത് H+ന്റെ പ്രസൻസിലാണ്. That is why it is called proton motive force. And here you can see ADP is converted to ATP by the help of a proton. Then accounting the energy yield per glucose molecule breakdown. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞാണ്, ഒന്നുകൂടി സമ്മപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോക്കൂ നിങ്ങൾ 2 NADH6, 6 NADH18, FADH4. So total 32 or 34 ATP are synthesized. Altogether we can say that in the case of respiration 36 or 38 ATP are synthesized. So this is the sum of the total of ATP synthesis. That is 10 NADH into 3, that is 30 ATPs. 2 FADH into 2, that is 4 ATPs. 2 ATPs, that is glycolysis, that 2 ATPs. 2 ATP Krebs cycle is 2 ATPs. So maximum 38 ATP are produced in the molecule. This is actually the most accurate data regarding the production of ATP. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ ആണ്. ഇനി ഇതിൽ നമുക്കൊരു ചെറിയ പോയിന്റ് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സയനൈഡ് റെസിസ്റ്റന്റ് പാത്വേ എന്നുള്ളൊരു പാത്വേ ഉണ്ട്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് സയനൈഡ് resistant respiration.
See, cyanide and co-stops and the co-associate stop respiration by inhibiting flow of electron along electron transport chain. എന്താണ് cyanide? Cyanide is an inhibitor of the respiratory chain. Thus, NAD and FAD cannot be regenerated. It blocks ATP formation. Chemiosmosis cannot occur as an electron no longer flow down the electron transport chain. Why does the electron transport chain have so many steps? അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റും. സി നോക്കൂ നിങ്ങള്. സി ആക്ച്വലി നമ്മൾ ഇതൊരു ടേം മാത്രമാണ്. ചിലപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക് വാട്ട് ഈസ് സയനൈഡ് റെസിസ്റ്റന്റ് റെസ്പിറേഷൻ. ഒന്നുമില്ല, റെസ്പിറേഷന്റെ കംപ്ലീറ്റ് സാധനത്തിനെയും ലാസ്റ്റ് വന്നിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള എലമെന്റ് സ്റ്റോപ്പ് ചെയ്യും. സി ദിസ് ഈസ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റെപ്പ്. ഇവിടെ സയനൈഡ് വന്നിട്ട് ഇത് എൻറ്റയർ മെറ്റബോളിക് പാത്വേനെ ബ്ലോക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് സയനൈഡ് റെസിസ്റ്റന്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. Some plants like fungi and bacteria, this pathway produce heat rather than natives, but is aerobic. ഇത്തരത്തിലുള്ള ഓർഗാനിസത്തിലാണ് ഈ പറയുന്ന റെസ്പിറേഷൻ വർക്ക്ഔട്ട് ആവുന്നത്. So remember what is cyanide resistant respiration. Okay. ഒന്നുമില്ല, cyanide stop respiration by inhibiting flow of electron along the ATP. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം 1 മാർക്കിന്. ഇനി നമുക്ക് പറയാനുള്ളത് എനേറോബിക് റെസ്പിറേഷൻ എന്താണ്? വാട്ട് ഈസ് എനേറോബിക് റെസ്പിറേഷൻ? അപ്പൊ നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ ആണ് യഥാർത്ഥത്തിൽ ഗ്ലൈക്കോളിസിസ് ക്രബ് സൈക്കിൾ വഴി പോകുന്നത്. എനേറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസ് അല്ലാതെ ഈ ഗ്ലൂക്കോസിന് എന്ത് സംഭവിക്കുന്നു? നോർമലി ആണ് നമുക്ക് പൈറുവിക് ആസിഡ് ഉണ്ടാവും പറയാം. ഇനി എനേറോബിക് ആണ് എന്താ സംഭവിക്കുന്നത്? ഇഫ് ഓക്സിജൻ ഈസ് നോട്ട് അവൈലബിൾ ടു ദ സെൽ, fermentation, an anaerobic process occurs. That is, fermentation consisting of glycolysis plus reduction of pyruvate to other lactate or alcohol and carbonates. അപ്പൊ എന്ത് സംഭവിക്കും വെച്ചാൽ ഫെർമെന്റേഷൻ നടക്കും. ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്ന പ്രോസസ്സാണ് ഫെർമെന്റേഷൻ. Occurs in the cytoplasm. Net gain 2 ATP per glucose molecule reduces organic molecule in order to get NAD. സി രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ് ഉണ്ട്. നമുക്കറിയാം എയറോബിക്കും എനേറോബിക്കും. എനേറോബിക് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫെർമെന്റേഷൻ. occurs when oxygen is not available, an organic molecule is the final electron acceptor. Fermentation രണ്ട് ടൈപ്പ് ഉണ്ട്, ethanol or we can say that lactic acid fermentation. Ethanol fermentation എന്താണ്? occurs in yeast, carbon dioxide, ethanol and NAD are produced. Lactic acid fermentation എന്താണ്? occurs in animal cell, especially muscles. Electrons are transferred from NADH to pyruvic acid to produce lactic acid. ഇതാണ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ. നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് നമുക്കറിയാം 6 കാർബൺ ആറ്റം ഉള്ള മോളിക്യൂളാണ്. പൈറുവിക് ആസിഡ് ഉണ്ടാവും. പൈറുവിക് ആസിഡ് നേരെ ആൽഡിഹൈഡ് ഉണ്ടാവും. ആൽഡിഹൈഡിൽ നിന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു എത്തനോൾ ഉണ്ടാവും. സോ ദിസ് ഇസ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ. ദെൻ വാട്ട് അബൌട്ട് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ? നോക്കൂ, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ഉണ്ടായി. പൈറുവിക് ആസിഡിൽ നിന്ന് നേരെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ സിമ്പിൾ മെത്തേഡ് ആണ്. നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? എനേറോബിക് റെസ്പിറേഷൻ ഓർ ഫെർമെന്റേഷൻ. Then another important point, what is an efficiency of fermentation? നമുക്കറിയാം ഇവിടെ C6H12O6 38 ATP aerobic respiration വഴി ഉണ്ടാകുന്നു, 2 ATP fermentation ഉണ്ടാകുന്നു. Okay, 19 times more ATP is captured during aerobic respiration than during fermentation. 19 times more ATP is captured during aerobic respiration than during fermentation. Why are virtually all organisms aerobes? എന്തുകൊണ്ടാണ് എല്ലാ ഓർഗാനിസും aerobe ആവുന്നത്? More ATP released in aerobic rather than anaerobic respiration. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. Can you answer? Respiration produces less ATP from a molecule of glucose in the absence of oxygen than it does when oxygen is present. Explain. In the absence of oxygen, the only process that gives ATP is glycolysis. In the presence of oxygen, many reduced carriers are formed. This releases high energy electrons which are important to generate ATP. Now, എന്താണ് advantages and disadvantages of fermentation? Advantages. Fermentation can be provided a rapid burst of ATP in muscle cell even when oxygen is in limited supply.
Disadvantages. Lactic acid, however, is toxic to cell. Initially, blood carries away lactate as it forms. Eventually, lactate build up, lowering cell pH and causing muscles to the fatigue. Oxygen debits or which occurs, and the liver must reconvert lactose to pyruvic acid. Okay, comparing to aerobic and anaerobic respiration. Aerobic respiration requires a mitochondria and oxygen. It's a four-phase process. Anaerobic does not require oxygen, consisting of one phase only, that is glycolysis. Then photosynthesis and respirations are complementary process. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമുക്കറിയാം എന്താണ്. Photosynthesis, what is it? Process where light energy is converted to stored chemical energy. Respiration, process where glucose is broken down into energy, that is ATP, sugar energy. That's all. ഇത്രയാണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്.